Oh my God, where are you going? I am going to Kakkadampoyil. Railway station ആണ് ഇറക്കിയുള്ളൂ. Where are you going? ഹലോ ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഷംലി സാം. ഇത് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫുൾ ഫൺ ആൻഡ് വൈബ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഒരു ഫാമിലി ട്രിപ്പ് വീഡിയോ ആണ്. എൻ്റെ വീട്ടിൽ നിന്നുള്ള ട്രിപ്പാണ്. എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാ വർഷവും ഒരു ട്രിപ്പെങ്കിലും പോവാറുണ്ട് എല്ലാവരും കൂടെ ചേർന്നിട്ട്. പക്ഷെ ഇപ്പൊ ഒരു 3-4 വർഷമായിട്ട് ഞാൻ അതിലൊന്നും പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തവണ ഞാൻ മാത്രമല്ല സാമുക്ക് കൂടെ ഉണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് കേട്ടോ ആള് ഒരു ടൂർ വരുന്നത്. ഇവിടെ ഉണ്ടാവാറില്ല ഞങ്ങൾ പോകുമ്പോഴൊന്നും. അപ്പോൾ അതിന്റെ ഒരു ഡബിൾ ഹാപ്പിനെസ്സും എന്താ പറയാ ഡബിൾ വൈബ് കൂടെ നിങ്ങൾക്ക് ഇതിൽ കാണാം. നല്ല രസമായിട്ടുള്ള ഒരു ട്രിപ്പ് തന്നെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ പോയിട്ടുള്ളത് കക്കാടംപൊയിലുള്ള ലാപ്പേസ് റിസോർട്ടിലാണ്. ഞങ്ങൾ ഏകദേശം ഒരു 26ഓളം പേരുണ്ടായിരുന്നു. എൻ്റെ താത്ത, അളിയന്, പിന്നെ എലിമാന്റെ ഫാമിലി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാൽ അടിപൊളി ട്രിപ്പായിരുന്നു, അടിപൊളി സ്ഥലമായിരുന്നു. ഞാൻ കൂടുതൽ വിശേഷങ്ങളൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് എന്തായാലും വീഡിയോയിലൂടെ കാണാം. അപ്പൊ മുഴുവനായിട്ടും വാച്ച് ചെയ്യട്ടോ, എന്നിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കണേ. കോടി ജന്മങ്ങളായി നിന്നെ കാത്തു നിൽക്കുന്നു ഞാൻ. എൻ്റെ രാധേ നീ വരൂ, താനെ പൂക്കും വനമലരായി. കോടി ജന്മങ്ങളായി നിന്നെ കാത്തു നിൽക്കുന്നു ഞാൻ. മാർഗഴിയേ മല്ലികയെ മന്ദാര പൂങ്കുരുവിയേ, മാർഗഴിയേ മല്ലികയെ മന്ദാര പൂങ്കുരുവിയെ. മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ, വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ, വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. കണ്ണകിയോ നീയല്ലേ, കോവലനോ ഞാനല്ലേ. കണ്ണകിയോ നീയല്ലേ, കോവലനോ ഞാനല്ലേ. ചോളം കൊയ്യും കാലം വന്നാൽ മാട്ട് പൊങ്കൽ മാസം പോയ കൂത്തുകുമ്മി നാഗസ്വരം നമുക്കൊരാനന്ദ കല്യാണം. ഒത്തിരി തമാശകൾ പറഞ്ഞും ഒരുപാട് പാട്ടുകൾ പാടിയും കുറേ ഡാൻസ് ചെയ്തും 3.5 മണിക്കൂർ പോയതേ അറിഞ്ഞില്ല. ഏകദേശം 11 മണിക്ക് ഞങ്ങൾ തിരൂരിൽ നിന്ന് കയറി 3:30 ലാപ്പേസ് റിസോർട്ടിലെത്തി. കക്കാടംപൊയിലെ ഏറ്റവും മനോഹരമായ റിസോർട്ടുകളിൽ ഒന്നാണ് ലാപ്പേസ് റിസോർട്ട്. അവിടുത്തെ ഒരു സ്റ്റേ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂം, ഹാള്, കിച്ചണ്, അറ്റാച്ച്ഡ് ബാത്റൂം ഇവയൊക്കെ അടങ്ങിയിട്ടുള്ള 5 വില്ലകളായിരുന്നു ആ പ്രോപ്പർട്ടിയിൽ ഉണ്ടായിരുന്നത്. ഫുൾ പ്രോപ്പർട്ടിയും ഞങ്ങൾ തന്നെ ബുക്ക് ചെയ്തുകൊണ്ട് പ്രൈവസിയുടെ കാര്യത്തിൽ ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. ഇത് നല്ല സൗകര്യം ഉണ്ടല്ലോ. ലൈറ്റ് ഇട്, ഫുൾ ലൈറ്റ് ഇട്. മുത്തത്ത് തുറന്നിട്. ഇവിടെ നിന്ന് നോക്കിയാൽ സ്വിമ്മിംഗ് പൂൾ കാണാം. ഓരോരുത്തരും സെറ്റിലായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ. കേട്ടാ, ഇതൊരു റൂമാണ്. പക്ഷെ ഇതാണ് കുറച്ച് വലുത് തോന്നുന്നു അല്ലേ.
ഇവിടെ ഒരു ബെഡുണ്ട്. കേട്ടോ, ഇവിടെയൊക്കെ ലോക്കാണ്. പുറത്തേക്കാണ്. നോക്കട്ടെ വാഷ്റൂമൊക്കെ എങ്ങനെയുണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ. വാ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വാഷ്റൂമൊക്കെയാണ് കേട്ടോ. സെറ്റാണ്. ഇവിടെ ഒരു മിററുണ്ട്. ഇതുകൊണ്ട് ഇവിടെ ഒരു മിററുണ്ട്. ഇവിടെ കബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വാർഡ്രോബ്. ഇവിടെ സാധനങ്ങളൊക്കെ ഇതിൽ വെക്കട്ടോ. പിന്നെ ഇത് കണ്ടോ, ഈ ബെഡ്റൂമിൽ ഇവിടെ വലിയ സ്പേസ് ഉണ്ട്. പോരാത്തതിന് ഇത് ഇവിടെ ഉണ്ട് ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വാർഡ്രോബും ഉണ്ട്. കിച്ചണൊക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ ചായ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം. കെറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വെല്ലക്കുട്ടി കൊടുക്കാം. ഒരു ബിസ്ക്കറ്റ് ഉണ്ട്. ഓക്കെ, ബിസ്ക്കറ്റ് എടുക്കാം. തോളന്ന് കൈയിട്ടിട്ട് എന്റെ ഫോണ് മാറി പുറത്താവും. ആള് മാറിയത് ഞാനാണ് എന്നിട്ട് അവിടെ പോയി തോളിൽ കൈയിടുന്നത്. വാട്ട് എ വ്യൂ. ഇവിടെ വന്നിട്ട് 5 വില്ലാസ് ആണ്. ഓക്കെ, ഈ ലാപ്പീസ് എന്ന് പറഞ്ഞ റിസോർട്ടിൽ 5 വില്ലാണ് വരുന്നത് ഒരു ഫുൾ പ്രോപ്പർട്ടിയിൽ. ഈ ഫുൾ പ്രോപ്പർട്ടി നമ്മൾ ഇന്ന് എടുത്തിട്ടുണ്ട്. അതിൽ ഫേസ് 1, ഫേസ് 2, ഫേസ് 3, ഫേസ് 4, ഫേസ് 5. ഓക്കെ, ഒരു ഇൻഫിനിറ്റി പൂള്, അതേപോലെ തന്നെ ഒരു ഫേസ് 1 ഒരു 2 ബെഡ്റൂം വരുന്നുണ്ട്. ഒരു ഹാളിനെ ബെഡ്റൂമായിട്ട് അവർ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് സ്പേഷ്യസ് ആണ്. പിന്നെ വരുന്നത് ഫേസ് 2 അതേപോലെ തന്നെ ഒരു ഹാള്, ഒരു ബെഡ്റൂം, എല്ലാം AC കേട്ടോ. നല്ല അടിപൊളി സ്ഥലം. സൂപ്പർ. ഷംനി, നിനക്ക് എന്താ പറയാനുള്ളത്? സന്തോഷായി, തൃപ്തിയായി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ 7 മണിക്ക് എന്തോ ഒരു DJയോ എന്തൊക്കെയൊക്കെ ഉണ്ടെന്നല്ല പറഞ്ഞത്. അവരുടെ ഒരു DJ റൂം ഉണ്ട്. ആർട്ടിഫിഷ്യൽ റെയിനും ലൈറ്റ് ഒക്കെ വെച്ചിട്ടുള്ള. അത് നമുക്ക് കാണാം. നമ്മളിപ്പോ ജസ്റ്റ് വന്നിറങ്ങിയേ ഉള്ളൂ. ഓക്കെ, വന്നിറങ്ങി റൂമിലൊക്കെ കയറി സെറ്റിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒക്കെയാണ് ഇവിടുത്തെ വ്യൂസ് വരുന്നത്. ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. ഇവിടുന്ന് ക്യാമറ കിട്ടുന്നില്ല. ഇതാണ് മെയിൻ മക്കളെ. കോട ഇറങ്ങുന്നുണ്ട്. എന്താ രസം.
കളിക്കടാ. ഹായ് നോക്കി എല്ലാരും. ഇതെന്താ ആ ടീമൊന്നും ഇറങ്ങണില്ലേ? ഹായ് ഗൈസ്. അത് കാണുന്നില്ല ഗൈസ്. റെഡി 1 2 മത്സരം നടത്തുക. മത്സരം നീന്തൽ മത്സരം. നീന്തൽ മത്സരം. ജസ് കാക്ക നീന്തൽ മത്സരം. സ്വിമ്മിംഗ് കോമ്പറ്റീഷൻ. സലാം ഇറങ്ങില്ലേ? ഏതാണ് ഒരു ഫിലിപ്പൈനി ഒതുക്കടെ? ഞാൻ ഇറങ്ങുന്നില്ല കേട്ടോ. എനിക്ക് അല്ലെങ്കിലോ സ്വിമ്മിംഗ് പൂളിനോട് വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് തീരെ താല്പര്യമില്ലാത്ത കുറച്ച് ആൾക്കാരാണ് ഈ നിൽക്കുന്നത്. സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞു മരിക്കും. എന്താ സാറില്ല, ഇതിലിറങ്ങിയ എല്ലാം ശരിയാവും. അവിടെ എന്തോ സാധനം കാണിക്കാം. ബോട്ട് റെഡി. ബൈ ബൈ. അന്റെ പൊക്കോലജ് മേടിക്കട്ടോ. സെമീനോടുന്നു ഞാൻ പറഞ്ഞ അന്റെ പൊക്കോലജ്. പുതിയാപ്പിള വരാൻ കാത്തു നിൽക്കുകയാണ്. അല്ല നിങ്ങൾ എന്താണ് ഫോട്ടോ എടുക്കാൻ പോ? ചുറ്റി കെട്ടിയിട്ട് അടുത്തതായിട്ട് ഇവിടെ അരങ്ങേറാൻ പോകുന്നത് ഒരു നീന്തൽ മത്സരമാണ് കേട്ടോ. നമുക്ക് ഇതിൽ ആര് വിജയിക്കുന്നു നോക്കാം. എത്ര പാർട്ടിസിപ്പൻസ് ഉണ്ട്? നമ്പർ 1 സമീർ ബാബു, നമ്പർ 2 ജിഹാസ്, ഐസാബി, നൗഫി, അൻഷ, അഷയാൻ, റജിംഷ. റജിയാമ കള്ളക്കളി കള്ളക്കളി കള്ളക്കളി. ജഡ്ജസ് ജഡ്ജസ് ആണല്ലോ. ആ പൈസയിലിട്ട് പൈസയിലിട്ട് വാ 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 വാ. അതെ പൈസയിലിട്ട് പൈസയില്. ഏയ് പൈസയില് ബന്ധ ബന്ധ കടന്ന് വരുന്നു. റെഡില്ല റജിയാമ അവിടെ പോയിക്ക്. ആ ശരിക്കറിയാം. സ്റ്റാർട്ടിംഗ് പോയിന്റ്. റജിയ ബാക്കിക്ക് റജിയ ബാക്കിക്ക്. എടി നിങ്ങളൊക്കെ പുറത്തേക്ക് കയറി.
വിന്നർ സമീർ ബാബു. രണ്ടാം സ്ഥാനം ജിഹാസ്. തേർഡ് ഫൈസൽ റഹ്മാൻ. ഫോർത്ത് പോപ്പി. ഇങ്ങള് ലാസ്റ്റ് ഇതാണ് രാത്രിയിലെ വൈബ്. രാത്രിയായിട്ടും എൻ്റെ ഭർത്താവ് വെള്ളത്തിലാണ്. ഫുൾ ടൈം വെള്ളത്തിലാണ്. എന്താ ഞാൻ ചെയ്യാ? ഇവിടെ 26 ആൾക്കാർ വന്നിട്ടുണ്ട്. ഈ വന്ന 26 ആൾക്കാര് മണ്ടന്മാരാണ്. 25 ആൾക്കാരും രാത്രിയാണ് പൂളില് ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് എല്ലാരും കേറിപ്പോയി. രാത്രി ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലോ ഇവിടെ ലാപ്പീസ്. നമ്മള് ലൈറ്റ് അടിയിൽ വരുമ്പില്ലേ വെള്ളം ഉണ്ടല്ലോ, ഇത് വേറെ എന്തോ ഒരു ഇതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ മറ്റേത് കടിക്കണ്ടോ സംശയമുണ്ട്. അട്ട അടിക്കണ്ടാ? അട്ട കടിച്ച ബ്ലഡ് ഇങ്ങനെ പോണാണ്. വെള്ളത്തിന്റെ നിറം മാറുന്നത് കാണല്ലേ. അവര് ഇതിനെ വെച്ചിട്ടൊരു താജ്മഹൽ പണിയും. ഞാൻ കാണുണ്ടായിക്കാണ്ട്, ഞാൻ ഇല്ലല്ലോ. ഞാൻ കുട്ടിയെ ഉറങ്ങില്ലായിരുന്നോ? സ്കൂളിലെ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും നേരം ഇരുട്ടിയിരുന്നു. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും എല്ലാവരും കൂടി ഒത്തുചേർന്നു. എന്നും ഓർത്തിരിക്കാൻ കുറേ ഓർമ്മകൾ സമ്മാനിക്കാനായി. ഇഷ്കും തിരഞ്ഞ് അലമകയും ദിക്ക് മുഴുവൻ ഞാനിന്നലഞ്ഞേ വിഴൽ വീണിടും തുള്ളും നീലമാ തുള്ളിനുള്ളിലായി തുള്ളിക്കിനിഞ്ഞേ മഴ മാറി നിന്ന് മരുവായി തീർന്ന മനതാരിനടിയിൽ പൊടിയുന്നു സംസം. മഴ മാറി നിന്ന് മരുവായി തീർന്ന മനതാരിനടിയിൽ പൊടിയുന്നു സംസം. ആയിരം താരകൾ പൂത്തുവെന്ന് പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാറായി. തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിൽ ഒളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളുടെ തുള്ളികളായി. കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൽ മിന്നലായി. മിന്നൽ വള കയ്യിൽ ഇട്ട പെണ്ണഴകേ എത്തിത്തോടാൻ എത്തുകില്ല മാറിവില്ലാണു. വിളിച്ചിട്ടില്ല.
ശമ്പളാത്ത തിരി അവർക്ക് നോക്കാൻ മതിയാ. ഇല്ല കളിച്ചൂടി ഇത് കാണിച്ചു കൊടുക്കില്ല സ്റ്റെപ്പ് ഇട്ടാ നിക്ക് അല്ലെങ്കിൽ പിന്നെ ഇത് കളരിപ്പയറ്റാ തോന്നുന്നുണ്ട്. കളരിപ്പയറ്റ് ഓ കളിച്ചോളൂ. കിട്ടരുത് ഓ ചെയ്യുന്ന ഇട്ടട്ടെ. നിക്ക് തിരിച്ച് കാണിച്ചു. മതി കളിച്ചിട്ട് തമാശകളും പാട്ടും ഗെയിംസും ഒക്കെ ആയിട്ട് ആ രാത്രി അങ്ങനെ കഴിഞ്ഞുപോയി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓർത്തിരിക്കാൻ കുറേയേറെ ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ടാണ് അന്നത്തെ രാത്രി ഞങ്ങൾ പിരിഞ്ഞത്. ഈ ഫെല്ലക്കുട്ടിയോട് ഭയങ്കര കളിയിലാണ് കേട്ടോ. കണ്ണില്ലടി സിയ. ഇവിടെ ഒരു ഭാര്യയും പറഞ്ഞു. ഹായ്, ഗുഡ് മോർണിംഗ്. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ചിൽഡ്രൻസ് പാർക്ക് സെറ്റപ്പ് കൂടെ ഉണ്ട്. ഇന്നലെ കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. ഇന്നലെ എല്ലാവരും സ്വിമ്മിങ് പൂളിൽ ഫുള്ള് തകർത്ത് തിമിർത്താടുമായിരുന്നു. റണ്ണിങ് കോമ്പറ്റീഷനാണ് ഇനി അടുത്തതായി ഇവിടെ അരങ്ങേറാൻ പോകുന്നത്.
All in mark. Start. Ready. തിരിഞ്ഞോടിച്ചോളി ബ്രേക്കില്ല അല്ലോ ബ്രേക്കില്ല. രാവിലത്തെ കുറച്ച് ഫൺ ആക്ടിവിറ്റീസിന് ശേഷം ഫോട്ടോ എടുക്കലും കഴിഞ്ഞ് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ക്യാൻറ്റീനിലോട്ട് വെച്ചോടിച്ചു. ഫുഡും കഴിച്ച് വീണ്ടും കുറച്ച് നേരം പൂളിൽ ചെലവഴിച്ചതിന് ശേഷം ആണുങ്ങളിൽ കുറച്ച് റിസോർട്ട് അറേഞ്ച് ചെയ്ത ജീപ്പിൽ കയറി ട്രെക്കിങ്ങിന് പോയി. തിരിച്ചു വന്ന് നല്ലൊരു കോഴി ബിരിയാണി ചാപ്പിട്ട് ഈ ഒരു ട്രിപ്പ് ഇത്ര മനോഹരമാക്കാൻ സഹായിച്ച ലാപ്പീസിലെ റിസോർട്ട് ജീവനക്കാരോട് നന്ദിയും പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് നേരെ വീട്ടിലോട്ട് വിട്ടു. കക്കാടംപോയിലിൽ നല്ലൊരു സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്യുന്നവർക്കായി അവരുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കക്കാടംപോയിലിൽ ഫാമിലിയോടൊപ്പം നല്ലൊരു സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്യുന്നവർക്ക് തീർച്ചയായും ഉപകാരപ്പെടുമെന്ന വിശ്വാസത്തോടെ സൈനിങ് ഓഫ്. നിങ്ങളുടെ സ്വന്തം ഷംലി സാം.